ഇതുപോലെയുള്ള ഈ കരടിക്കാണെങ്കിൽ ഒരു ബോധമുള്ള ഒരു മനുഷ്യനല്ല, തലയ്ക്കകത്ത് ഒട്ടും തലച്ചോറില്ല, തല മുഴുവനും സെപ്റ്റി ടാങ്കും കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, പല ആളുകളും പറയുന്നതാണ്. അപ്പോൾ അയാൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ബോധവും ഇല്ല. എന്നാൽ ഈ ഒരു സ്ത്രീക്കെങ്കിലും, ഈ ഒരു ബ്രാഹ്മണ വൃത്തിക്കാരിക്കെങ്കിലും ഒരിത്തിരിയെങ്കിലും ബോധം ഉണ്ടാവേണ്ടതല്ലേ? അവർക്കാണെങ്കിൽ അത് തൊട്ട് തീണ്ടിട്ടില്ല, രണ്ടെണ്ണം കണക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ റീൽസിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും ഇതൊക്കെ കാണുന്ന നിയമപാലകർ കണ്ണിറുക്കി അടച്ചുപിടിച്ച് ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെതിരെ നമ്മൾ ഇന്ന് പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ കുട്ടികളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുകരിക്കാനായിട്ട് തുടങ്ങും. റെയിൽവേ ട്രാക്കിലൊക്കെ കിടന്നിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, റീൽസ് എടുപ്പും കാര്യങ്ങളും ഒക്കെ, അതിനെതിരെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം കൊച്ചു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, കൊച്ചു കുട്ടികൾക്ക് കയ്യിൽ മൊബൈൽ ഇല്ല എങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ പോയി ആത്മഹത്യ ചെയ്യും. അതാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയധികം അഡിക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പിള്ളേരൊക്കെ ഈ മൊബൈലിന്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ റീൽസ് ഭ്രാന്താണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. എന്തിനു പറയുന്നത്, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന അമ്മൂമ്മയ്ക്കും ആപ്പൂപ്പനും വരെ ഇതുപോലെ മൊബൈൽ ഭ്രാന്താണ്, റീൽസ് എടുക്കാനുള്ള വട്ട് കാണിപ്പാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ കിടന്നൊക്കെ റീൽസ് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഇതുപോലെ ഏതെങ്കിലും കുട്ടികൾ ഇതേ ഡയലോഗ് അടിച്ചു മാറ്റിക്കൊണ്ട് ചക്കരമുത്തിലെ ദിലീപിനെയും കാവ്യയെയും അനുകരിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ഈ പറയുന്ന കരടിയും ബ്രാഹ്മണ വൃത്തിക്കാരിയൊക്കെ ചെയ്ത് കാണിച്ചില്ലേ? അപ്പൊ പിന്നെ നമുക്കും ഇതൊക്കെ കാണിച്ച് വൈറലാവാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ, അതുങ്ങളുടെയൊക്കെ ദേഹത്തൂടെ ട്രെയിനൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നഷ്ടം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആയി തീർന്ന ആളുകളൊക്കെയാണ് എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് പറഞ്ഞത്, ഇന്നാള് ഈ പറയുന്ന പൊട്ടക്കുളങ്ങരെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ വൃത്തിക്കാരിയാണ് മലയാള സിനിമയെ ഇനി മുന്നോട്ട് നയിക്കുക എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കേണ്ട ആളുകളൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ഇതില് ആകൃഷ്ടരായിട്ട് കുട്ടികളൊക്കെ ഇതിനെ അനുകരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ട് ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ ആര് സമാധാനം പറയും? അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ പരമാവധി അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുക, ഇതിന് വേണ്ടുന്ന നടപടി എടുക്കുക. ഇങ്ങനെയുള്ള റീൽസ് ചിത്രീകരണമൊക്കെ റെയിൽവേ ട്രാക്കിൽ കിടന്നിട്ട് ആയിരിക്കരുത് ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങളങ്ങ് എഴുന്നേറ്റ് നിങ്ങളെ പാട് നോക്കി അങ്ങ് പോകും. നിങ്ങളിത് ചിത്രീകരിക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് ഒരു 100,000 വേട്ടാവളിയന്മാരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നം വരില്ല. ഒരു പക്ഷേ ട്രെയിൻ വരുന്നു എങ്കിൽ നിങ്ങളെ തൂക്കിയെടുത്ത് എറിഞ്ഞ് പാളത്തിൽ നിന്ന് വലിച്ച് ദൂരോട്ട് എറിയാനും ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അതുപോലെയല്ല കുട്ടികളുടെ കാര്യങ്ങൾ. കുട്ടാലും അതിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് ചെറിയ പിള്ളേരെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് റീൽസിന് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേരാണ് ഇന്ന് കൂടുതലും കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയുമോ? ആര് സമാധാനം പറയും? ഈ വീഡിയോകൾ കണ്ട് ലൈക്കും ഷെയറും കമന്റും ഒക്കെ കൊടുക്കുന്ന ആളുകൾ വന്ന് സമാധാനം പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പോക്കണം കേടുകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ട് ഗവൺമെന്റ് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.